കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേരള ജനത കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. 195 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ 34 കേന്ദ്രമന്ത്രിമാരടക്കം മുതിർന്ന നേതാക്കൾ, പുതുമുഖങ്ങൾ, സാമൂഹിക സമവാക്യങ്ങൾ, ജാതി, ലിംഗം എല്ലാം വ്യക്തമായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. 543 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന മത്സരത്തിൽ 370 മുതൽ 400 സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി നേതൃത്വം. ബി.ജെ.പിയുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടപ്പോൾ തെളിയുന്നത് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് കാണിച്ചിരിക്കുന്ന കരുതലാണ്. കേരളത്തിൽ 12 മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ സി രഘുനാഥാണ് സ്ഥാനാർത്ഥി. അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് കോൺഗ്രസിൽ നിന്നും ബി.ജെ.പിയിലേക്ക് എത്തിയ നേതാവാണ്. കാസർഗോഡ് എം.എൽ. അശ്വിനിയും, വടകരയിൽ യുവമോർച്ച നേതാവ് പ്രഫുൽ കൃഷ്ണയും, കോഴിക്കോട് എം.ടി. രമേശും, പാലക്കാട് സി കൃഷ്ണകുമാറും, മലപ്പുറത്ത് ഡോക്ടർ അബ്ദുൾ സലാമും, പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യനും, തൃശൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപിയും മത്സരിക്കും. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനാണ് മത്സര രംഗത്തുള്ളത്. ഇത് ബി.ജെ.പിയുടെ ഒരു അപ്രതീക്ഷിത നീക്കമെന്ന് തന്നെ പറയേണ്ടി വരും. ശോഭാ സുരേന്ദ്രന്റെ പേര് വടകരയിലും കോഴിക്കോടുമൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അതിന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതെന്തായാലും ബി.ജെ.പിയുടെ ഒരു തന്ത്രം തന്നെയാണ്. ഇടതുപക്ഷത്തിന്റെ ആരിഫിന് ശോഭ ഒരു ശക്തയായ സ്ഥാനാർത്ഥി തന്നെയാണ്. ഇനി പത്തനംതിട്ടയിലോട്ട് വരുമ്പോൾ വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പി.സി. ജോർജിന്റെയും, ഷോൺ ജോർജിന്റെയും, സുരേന്ദ്രന്റെയും, കുമ്മനം രാജശേഖരന്റെയും ഒക്കെ പേരുകൾ ഉയർന്നു കേട്ട മണ്ഡലത്തിൽ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി മത്സരിക്കും. ആറ്റിങ്ങലിൽ വി. മുരളീധരൻ തന്നെയാകും മത്സരിക്കുക. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായി കരുതുന്ന തിരുവനന്തപുരത്ത് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും. ഇതിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ കഴിയുന്ന മണ്ഡലം ആലപ്പുഴ തന്നെയാണ്. കാരണം കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ഷെയർ ഉയർത്തുന്ന മണ്ഡലത്തിലൊന്നാണ് ആലപ്പുഴ. അവിടെ അവരുടെ ഒരു പ്രൗഡ് പുള്ളർ മധ്യ തിരുവിതാംകൂറിലെ ഒരു ശക്തിയായ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ തന്നെ ഇറക്കിയത് ബി.ജെ.പിയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. ഒപ്പം പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കൂടെ വരുമ്പോൾ മത്സരം ഏതാണ്ട് കൊഴുക്കും. 195 പേരടങ്ങുന്ന ആദ്യ പട്ടികയിൽ 57 പേർ ഒ.ബി.സി വിഭാഗക്കാരാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 27 പേരും, പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് 18 സ്ഥാനാർത്ഥികളുമുണ്ട്. ജാതി സെൻസസ് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് പ്രചരണം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ കണക്കുകളും പ്രാതിനിധ്യവും നിരത്തി നേരിടാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ഒ.ബി.സി പ്രാതിനിധ്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പരാമർശിച്ചതും ഇതിന്റെ സൂചന തന്നെയാണ്. ഏതായാലും ബി.ജെ.പി വ്യക്തമായ കണക്കുകൂട്ടലോടുകൂടി തന്നെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ജനവിധി എന്താന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയണം.